ചന്തു രമേശ് ചെന്നിത്തലയുടെ വസതിക്ക് മുൻപിൽ നിന്നും ചേരുകയാണ്. ചന്തു, നേരത്തെ തന്നെ അവിടേക്ക് നിരവധി പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ എത്തുകയും വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുകയും ചെയ്തു. എന്തായാലും എന്താകും തീരുമാനം, എന്ത് തീരുമാനമാണെങ്കിലും അതുമായി പൊരുത്തപ്പെടും എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ക്യാമ്പ് ആ ഒരു സമയത്ത് പറഞ്ഞതും. ഇന്നിപ്പോൾ നാളെ ഈ പ്രഖ്യാപനത്തിലേക്ക് നീളുന്നത് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യം അവർ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് രണ്ടാളുകൾ ആരാണെങ്കിലും അവരെ അനുനയിപ്പിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് കൂടി കടക്കാൻ വേണ്ടിയാണ് നാളത്തേക്ക് പ്രഖ്യാപനം മാറ്റിയത് എന്നുള്ള സൂചന കൂടി ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തല ക്യാമ്പ് ഈ പ്രഖ്യാപനം നാളത്തേക്ക് മാറ്റിവെച്ചതിൽ അവരുടെ ഒരു പ്രതികരണം ഏത് രീതിയിലാണ്? അവരും നിരാശരാണോ? കാരണം ഇത്രയും നേരം കാത്തുനിന്നു എന്നിട്ടും ഇതുവരെ ഒരു തീരുമാനമായില്ല എന്ന് പറയുമ്പോൾ അവർ ഏത് തരത്തിലാണ് അവർ ഈ ഒരു സമയത്ത് ഇതിനോട് പ്രതികരിക്കുന്നത്? സ്വാതി, കൊച്ചിയിൽ വി ഡി സതീശന്റെ വീട്ടിന് സമാനമായി ഇവിടെ രമേശ് ചെന്നിത്തലയുടെ വഴുതക്കാടുള്ള വീട്ടിൽ അത്രത്തോളം വലിയ ഒരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ അനുനയിക്കുന്ന കുറച്ച് ആൾക്കാർ, പാർട്ടി പ്രവർത്തകർ മാത്രമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അവർ പ്രഖ്യാപനം നാളെ എന്ന ജയറാം രമേശിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഡൽഹിയിൽ വന്നതിന് ശേഷം ഇവിടെ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ട്. മലയങ്കീഴ് വേണുഗോപാൽ നേരത്തെ MLA ആയിട്ടൊക്കെ മത്സരിച്ചിട്ടുള്ള നേതാവാണ്. അദ്ദേഹം അടക്കം ഇവിടെ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇവിടെ അല്പസമയം മുൻപെത്തിയ ജോസഫ് വാഴയ്ക്കൻ, ജ്യോതികുമാർ ചമക്കാല MLA തുടങ്ങിയവർ മാത്രമാണ് പ്രധാനപ്പെട്ട നേതാക്കളായുള്ളത്. മറ്റു പ്രവർത്തകർ ഓരോന്നായി തന്നെ ഇവിടെ നിന്നും പിരിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഔദ്യോഗിക പ്രഖ്യാപനം എന്നുണ്ടാകുമെന്ന ഒരു ചോദ്യത്തിന് ഇന്ന് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരം ലഭ്യമായിരിക്കുന്നു. അത് നാളെ ഉണ്ടാകും. നാളെ തന്നെ തങ്ങളുടെ മുഖ്യമന്ത്രിയെ അറിയാൻ കഴിയുമെന്ന ഒരു ഉത്തമ ബോധ്യം ഇപ്പോൾ പ്രവർത്തകർക്ക് ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും സ്വാഭാവികമായും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ഇവിടെ രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരുടെ അവരെ അനുകൂലിക്കുന്നവരും അത്തരത്തിലുള്ള ഒരു സന്തോഷം വ്യക്തമാക്കി തന്നെയാണ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിരിക്കുന്നത്. കാരണം വലിയ പ്രവർത്തകരുടെ ഒരു നീണ്ട നിര ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ രാവിലെ മുതൽ അദ്ദേഹം രാവിലെ മുതൽ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ അദ്ദേഹത്തെ കണ്ട് പിരിയുന്ന ആൾക്കാരാണ്. അദ്ദേഹത്തിന് സപ്പോർട്ട് അറിയിച്ച് പിരിയുന്ന ആൾക്കാരായിരുന്നു ആദ്യം മുതൽ ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനം, ജയറാം രമേശിന്റെ പ്രഖ്യാപനം ഡൽഹിയിൽ ഉണ്ടായതിനു ശേഷം പ്രവർത്തകർ ഓരോന്നായി തന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന സ്ഥിതിയാണ്. രമേശ് ചെന്നിത്തലയും ഇപ്പോൾ മാധ്യമങ്ങളോട് തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നാളെ ഈ പ്രഖ്യാപനത്തിന് ശേഷമാകും, ഇനി ഔദ്യോഗികമായി ഉള്ള പ്രഖ്യാപനത്തിന് ശേഷമാകും ഈ നേതാക്കളും മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യതയൊക്കെ വരിക. എന്തായാലും ഇനി എന്ന് ഈ തീരുമാനം ഉണ്ടാകും എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം ആയിരിക്കുന്നു. അത് നാളെ തന്നെ ആ തീരുമാനം വരാനുള്ള ഒരു സാധ്യത അതുകൂടി കണക്കിലെടുത്ത് പ്രവർത്തകർ സന്തോഷത്തിലാണ് പിരിഞ്ഞു പോയതെന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. സ്വാതി.